ശ്രീ കെ ടി കുഞ്ഞുകണ്ണൻ, ഒരുപക്ഷെ പി കൃഷ്ണദാസ് പറഞ്ഞ് താങ്കൾ കേട്ടിട്ടുണ്ടാകണം. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന്, RSSന് ഗാന്ധിവധവുമായി ബന്ധമില്ല എന്നുള്ളതാണ്. രണ്ട്, ഗാന്ധിയുമായി പല ഘട്ടങ്ങളിൽ സമരസപ്പെട്ടിട്ടുണ്ട് വീർ സവർക്കർ. അതോടൊപ്പം തന്നെ പല ധാരകളിൽ പലരും ഇവിടെ സമരം നടത്തിയിട്ടുണ്ട്, അതിൽ RSSും ഉണ്ടായിരുന്നു. അങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ? RSS ഒരു സംഘടന എന്ന നിലക്ക് ഹിന്ദു മഹാസഭ, അതാണല്ലോ സവർക്കറുടെ പ്രസ്ഥാനം, ഹിന്ദു മഹാസഭ ഒരു സംഘടന എന്ന നിലക്ക് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു പങ്ക് വഹിച്ചതായിട്ട് ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. മിസ്റ്റർ VD സവർക്കർ ജയിലിലേക്ക് പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. തീവ്ര ദേശീയവാദ നിലപാടുകളിൽ നിന്നുകൊണ്ട് മറാത്ത ബ്രാഹ്മണ്യത്തിൻ്റെ പുനഃസ്ഥാപനം ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം മറാത്തികൾക്കിടയിൽ ഉണ്ടാക്കിയ സംഘടനയുടെ പേരാണ് അഭിനവ് ഭാരത് സംഘടന എന്നത്. ആ അഭിനവ് ഭാരത് സഭയുടെ നേതൃത്വത്തിൽ റിക്രൂട്ട് ചെയ്യപ്പെട്ട ചെറുപ്പക്കാരെ വെച്ച് അദ്ദേഹം 2 കൊലപാതകങ്ങൾ നടത്തി. അതിനാവശ്യമായിട്ടുള്ള ആയുധങ്ങൾ എത്തിച്ചതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസാണ് സവർക്കറെ 1 വർഷത്തെ അന്വേഷണത്തിൻ്റെയും വിചാരണയുടെ അടിസ്ഥാനത്തിൽ 1ഉം 2ഉം കേസുകളിലായിട്ട് 2 ജീവപര്യന്തം ശിക്ഷിക്കുന്നത്. അന്നത്തെ ബ്രിട്ടീഷ് നിയമമനുസരിച്ച് 25 വർഷക്കാലമാണ് ജീവപര്യന്തം. അങ്ങനെ 50 വർഷക്കാലത്തെ തടവ് ജീവിതം കിട്ടി. അദ്ദേഹം അന്തമാനിലേക്ക് സെല്ലുലോർ ജയിലിലേക്ക് പോയി. ആ സെല്ലുലോർ ജയിലിലെത്തിയ ഉടനെ ഒന്നാമതായി അദ്ദേഹം ചെയ്തത് തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയല്ല, ഭീരുത്വം മൂലം 50 വർഷക്കാലം നീണ്ട തടവ് ജീവിതത്തെ സംബന്ധിച്ച ഭീരുത്വം മൂലം, ഭയം മൂലം അദ്ദേഹം കീഴടങ്ങി. അദ്ദേഹം ജയിലധികൃതരോട് വൈറ്റ് പേപ്പർ ആവശ്യപ്പെട്ട് മാപ്പപേക്ഷ എഴുതുകയാണ്. ജയിലിൽ കിടക്കുന്ന ആളുകൾ, നമ്മളൊക്കെ ജയിലിൽ കിടന്നിട്ട് ആൾക്കാരാണ്, ജയിലിൽ കിടക്കുന്ന ആളുകൾ സാധാരണ എന്താ ചെയ്യുക? തങ്ങൾക്ക് ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ്, സർക്കാരിന് ദയാഹർജികൾ കൊടുക്കും, മേഴ്സി പെറ്റീഷൻ. ഈ സവർക്കർ നൽകിയ 6 പെറ്റീഷനുകൾ എൻ്റെ മുമ്പിലുണ്ട്. ആ 6 പെറ്റീഷനുകളും നമ്മൾ വായിച്ചു നോക്കിയാൽ ഒന്നുപോലും എന്താണ്, തൻ്റെ കുടുംബത്തിൽ തൻ്റെ സാഹചര്യം, അതുകൊണ്ട് തനിക്ക് പുറത്തു പോകണം, ഇതുവരെ ഞാൻ അനുഭവിച്ച തടവ് ശിക്ഷയായി കണക്കാക്കി എന്നെ റിലീസ് ചെയ്യണമെന്നല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അതിന് ദയവുണ്ടാവണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഞാനും എൻ്റെ ആളുകളും പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം ബ്രിട്ടീഷ് ഭരണത്തെ ഇന്ത്യ രാജ്യത്ത് ഉറപ്പിച്ചു നിർത്തുന്നതിനാവശ്യമായ പ്രവർത്തനം നടത്താൻ അതിന് ഞങ്ങൾക്ക് അവസരം നൽകണം. അദ്ദേഹം 2013 എഴുതിയ മാപ്പപേക്ഷയിൽ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ബ്രിട്ടീഷുകാരെക്കുറിച്ചുള്ള ധാരണകളാകെ മാറി. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് കോൺഗ്രസ് അധ്യക്ഷനായ ഗോപാലകൃഷ്ണ ഗോഖലെയെ എന്താണ് വിദ്യാഭ്യാസ ബില്ല് ഉൾപ്പെടെ അവതരിപ്പിക്കാൻ അനുവാദം കൊടുത്തു. അതുകൊണ്ട് ബ്രിട്ടീഷുകാരെക്കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണയും മാറി. ഞങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഇനി ഒന്നും ചെയ്യുന്നതല്ല, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സായുധമായൊരു പ്രവർത്തനം ഉണ്ടാവില്ല, അതുകൊണ്ട് എന്നെ വിട്ടയക്കണം. എന്നെ വിട്ടയച്ചാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഇന്ത്യയിൽ ഞങ്ങൾക്ക് കീഴിലുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും എല്ലാ ആളുകളെയും ഞങ്ങൾ എന്ത് ചെയ്യും, ബ്രിട്ടീഷ് ഭരണം ശാശ്വതമായി ഇന്ത്യയിൽ നിലനിർത്താൻ വേണ്ടി ആവശ്യമായ പ്രവർത്തനം നടത്തും. ഗാന്ധിയുടെയും ഗോഖലെയുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ഇന്ത്യയിൽ ഞങ്ങളുടെ ആളുകളെ പിന്തിരിപ്പിക്കും, ദേശീയ സ്വാതന്ത്ര്യ സമരം ആവശ്യമില്ല എന്ന നിലപാട് വ്യക്തമായി പറഞ്ഞു. ഈ കൃഷ്ണദാസിനെ നിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഈ സവർക്കറുടെ സമ്പൂർണ്ണ ജീവചരിത്രം എഴുതിയിട്ടുള്ള ആൾ വിക്രം സമ്പത്താണ്. വിക്രം സമ്പത്തിൻ്റെ ജീവചരിത്രത്തിൽ തന്നെ സവർക്കറെ അദ്ദേഹം ന്യായീകരിക്കാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കിടയിലും എന്താണ്, സവർക്കറുടെ ജീവിതത്തിലെ മാപ്പപേക്ഷയുടെയും കീഴടങ്ങലിൻ്റെയും ബ്രിട്ടീഷ് വിധേയത്വത്തിൻ്റെതുമായ നിരവധി സംഭവങ്ങൾ അദ്ദേഹത്തിന് സൂചിപ്പിച്ചു പോകേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് മിസ്റ്റർ സവർക്കറോ അല്ലെങ്കിൽ RSSോ ഹിന്ദു മഹാസഭയോ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ബ്രിട്ടീഷുകാർക്കെതിരായി നിലപാടെടുത്ത് സമരരംഗത്തേക്ക് വന്നിട്ടില്ല. ജയിലിലെത്തിയ ഉടനെ തൻ്റെ ദേശീയ വിപ്ലവബോധമൊക്കെ മറന്ന് സറണ്ടർ ചെയ്ത ആളാണ്, മാപ്പപേക്ഷ എഴുതിയ ആളാണ് മിസ്റ്റർ സവർക്കർ. അങ്ങനെയുള്ള സവർക്കർ എന്താണ് ലക്ഷ്യം വെച്ചത്? അദ്ദേഹം ജയിലിരുന്നു കൊണ്ടാണ് ഹിന്ദുത്വം എഴുതുന്നത്. വളരെ കുറഞ്ഞ പേജുകളുള്ള അത്യന്തം തീവ്രമായ ഒരു രാജ്യത്തിൻ്റെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരത്തെ അസ്ഥിരീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്ര ലഘുലേഖയാണ് അദ്ദേഹത്തിൻ്റെ എസൻഷ്യൽ ഓഫ് ഹിന്ദുത്വ എന്ന് പറയുന്ന കൃതി. ആ എസൻഷ്യൽ ഓഫ് ഹിന്ദുത്വയിൽ അദ്ദേഹം ആവശ്യപ്പെട്ട എന്താണ്, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്നല്ല, മറിച്ച് ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കണമെന്നാണ്. ഹിന്ദുത്വ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ എസൻഷ്യൽ ഓഫ് ഹിന്ദുത്വയിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ഹിന്ദു വംശജരല്ലാത്ത എല്ലാ ആളുകളും വിദേശ വംശജരാണ്. ആ വിദേശ വംശജർ
ഹിന്ദു രാഷ്ട്രം എന്ന വാക്ക് തന്നെയാണ് അത് ഉപയോഗിച്ചത്. ഹിന്ദു രാഷ്ട്രത്തിന് കീഴടങ്ങി ജീവിക്കണം. പ്രത്യേകിച്ച് സെമറ്റിക് മതങ്ങൾ, ഹിന്ദുക്കളല്ലാത്ത മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരെല്ലാം തന്നെ രണ്ടാംകിട പൗരന്മാരായി ഇന്ത്യയിൽ ജീവിക്കണം. ഹിറ്റ്ലറുടെ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്, മുസോളിനിയുടെ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്, സ്പെയിനിലെ ഫ്രാങ്കോവിൻ്റെ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് സമാനമായ, അതിനേക്കാൾ ഭീകരമായ അപര മതവിദ്വേഷത്തിൻ്റെതായ ഒരു പ്രത്യയശാസ്ത്രം ഇന്ത്യയിലെ ഭൂരിപക്ഷ മതമായ ഹിന്ദുരാഷ്ട്രവാദത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ച് നമ്മുടെ ദേശീയ പ്രസ്ഥാനം, ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്യുന്ന പ്രസ്ഥാനം അതാവശ്യമില്ല എന്നും നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ മുസ്ലിങ്ങളാണെന്നും ഒരു സംശയത്തിനിടയില്ലാതെ പ്രഖ്യാപിച്ച ഒരാൾ എങ്ങനെയാണ് ഗാന്ധിക്കൊപ്പം ഒരു ചിത്രത്തിൽ വരിക? ഗാന്ധി ഹിന്ദു മുസ്ലിം മൈത്രിയില്ലാതെ സ്വരാജ് സാധ്യമല്ല, ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടങ്ങുന്നതാണ് രാഷ്ട്രമെന്ന് പ്രഖ്യാപിച്ച ആളാണ്. അങ്ങനെ പ്രഖ്യാപിച്ചപ്പോഴാണ് ഹെഡ്ഗേവാർ RSS ഉണ്ടാക്കിയത്. ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു രാഷ്ട്രമാണെന്ന് പറയുന്ന ആളുകൾ ഹിന്ദുക്കളുടെ ശത്രുവാണെന്നാണ് മിസ്റ്റർ ഹെഡ്ഗേവാർ എഴുതി വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിത ചരിത്രകാരനായിട്ടുള്ള ദിഷികാരുടെ പുസ്തകം പരിശോധിച്ചാൽ നമുക്കറിയാം. RSS രൂപീകരിക്കുമ്പോൾ ഡോക്ടർജിയുടെ മനോഭാവം, ഡോക്ടർജിയുടെ മനസ്സിലെന്തായിരുന്നു എന്ന് വിശദീകരിക്കുന്ന ഭാഗത്ത് ദീഷികാർ എഴുതി വെച്ചിരിക്കുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു രാഷ്ട്രമല്ല, ഹിന്ദുക്കൾ സ്വയം തന്നെ ഒരു രാഷ്ട്രമാണെന്നും ഹിന്ദുക്കളും മുസ്ലിങ്ങളും രാഷ്ട്രമാണെന്ന് വാദിക്കുന്നവർ ഹിന്ദുക്കളുടെ ശത്രുവാണെന്നും ഹിന്ദുക്കളുടെ ശത്രുവാണ് ഗാന്ധിജി എന്ന് പറയുകയും അതിനുവേണ്ടി ഗാന്ധിജിയെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ പിന്തുടർന്ന് നിരവധി ഗൂഢാലോചനകളിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും 1948 കൊല ചെയ്യുകയും ചെയ്ത ഒരു മഹാഗൂഢാലോചനയിലെ വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ ബുദ്ധിപരമായ പങ്ക് വഹിച്ച ആളാണ് മിസ്റ്റർ സവർക്കർ. നിങ്ങൾ എന്തു പറഞ്ഞാലും ലാൽ കപൂർ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഗാന്ധിവധത്തിൻ്റെ അന്വേഷണത്തിൽ അന്നത്തെ സ്വതന്ത്ര ഇന്ത്യയിലെ ഗവർണറിന് പറ്റിയ അബദ്ധങ്ങൾ, ആ അബദ്ധങ്ങളുടെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സവർക്കർ ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത്. അല്ലെങ്കിൽ ഗോഡ്സയെ നയിച്ച ആളാണ്, ഗോഡ്സെക്ക് ബുദ്ധി ഊതിക്കൊടുത്ത ആളാണ്, ഗോഡ്സയെ ഗാന്ധി വിരോധത്താൽ ഉന്മാദത്തിലേക്ക് നയിച്ച ആളാണ് ഈ സവർക്കർ. ആ സവർക്കർ ഗാന്ധി വധക്കേസിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത് അന്നത്തെ ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ ഗാന്ധിവധം അന്വേഷിച്ചതിലെ ചില പഴുതുകൾ ഉപയോഗിച്ചാണ്. അതാണ് ജസ്റ്റിസ് ലാൽ കപൂർ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ വിശദമായി എഴുതി വെച്ചിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്, ഈ വിവരങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ആ വിവരങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് 79ാം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ സന്ദേശം നൽകിക്കൊണ്ട് കേന്ദ്ര പെട്രോളിയം വകുപ്പ് ഇറക്കിയിരിക്കുന്ന പോസ്റ്ററിൽ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ഗാന്ധിക്ക് മുകളിൽ വലിപ്പമേറിയ സവർക്കറുടെ ചിത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 200 വർഷത്തിലേറെക്കാലം നീണ്ടുനിന്ന വിട്ടുവീഴ്ചയില്ലാത്ത അനുരഞ്ജനരഹിതമായ സ്വാമ്പ്രായത്വ വിരുദ്ധ സമരത്തിൽ ത്യാഗങ്ങൾ അനുഭവിച്ചവർ, തടവറയിൽ താമസിച്ചവർ, രക്തസാക്ഷികളായവർ, അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനികളെ ആകെ അപമാനിക്കുകയാണ് ഇന്ത്യയിലെ കേന്ദ്ര പെട്രോളിയം വകുപ്പ് ചെയ്തിരിക്കുന്നത്.